ചിക്കൻ റെസിപ്പീസാണ്. അത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രസ്റ്റ് പീസാണ്, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിൽ നിന്ന് ഒരു 10 പീസ് ഇതുപോലെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു 10 പീസുണ്ട്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു ഗ്രീൻ മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വീട്ടിലുണ്ടായ കുറച്ച് മല്ലി പാകിയിട്ട് അതിൽ നിന്ന് കുറച്ച് മല്ലിയൊക്കെ ഉണ്ടായി. അപ്പോൾ ആ പച്ചമല്ലിയും മല്ലി ഇലയും ആ പച്ചമല്ലിയും കുറച്ച് പുതിന, പിന്നെ ഒരു 6 കുരുമുളക്, പച്ചക്കുരുമുളകാണ്, അതും വീട്ടിലുണ്ടായിട്ടുള്ളത് തന്നെയാണ്. 4 വെളുത്തുള്ളി, 4 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ഹാഫ് ലെമൺ. ഇതിപ്പോൾ വീട്ടിലുണ്ടായ സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, 2 ടേബിൾ സ്പൂണോളം തൈര്. അത് നമുക്ക് തൈരല്ലാണ്ട് ബാക്കിയെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് അരച്ചത് തൈരും കൂടി ചേർത്ത് അരക്കുമ്പോൾ കുറച്ച് ലൂസായി പോകും. അപ്പോൾ അത് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈര് ചേർക്കാണ് ഞാൻ ആദ്യം അരച്ചെടുത്തത്. അപ്പോൾ നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. അതല്ല, ശരിക്കും ഗ്രീൻ മസാല ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതുന്നതാണ്. പുതിനയും ഒക്കെ ഇട്ടിട്ടുള്ളൊരു റെസിപ്പി ഞാൻ എഴുതുന്നതാണ്. അപ്പോൾ വീട്ടിലുണ്ടായ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തതാണ്. ഇതിലേക്ക് ഞാൻ തൈരും ചേർത്തിട്ടുണ്ട്, ഉപ്പും ചേർത്ത് നമുക്കിതൊരു 4 മണിക്കൂറെങ്കിലും, മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു യെല്ലോ മസാലയാണ്. അതിന് ഞാൻ ഇതുപോലെ ഒരു 10 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി നമുക്ക് പകുതി സവാള എടുത്തിട്ടുണ്ട്, 3 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ഹാഫ് ലെമൺ. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ പെപ്പർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈര്. ഇവയെല്ലാം കൂടി നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉള്ളിയും ഇതൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് പെപ്പർ പൗഡറും കൂടിയിട്ട് നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ലെമണും പിഴിഞ്ഞ് വെച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും അരഞ്ഞിട്ടില്ല. അപ്പോൾ അത് കുറച്ച് ലൂസ് ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തൈരൊന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കനിലേക്ക് ഈ മസാലയും ബാക്കിയുള്ള തൈരും കൂടിയും ചേർത്തിട്ട് നന്നായി തേച്ച് പുരട്ടിയിട്ട് ഇതും ഒരു 4 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം നമ്മുടെ യെല്ലോ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് കണ്ടെയ്നറിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വയ്ക്കാം. അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തിക്ക മസാലയാണ്. അതിന് ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ തിക്ക മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ലെമൺ ജ്യൂസ്, ഒരു ഹാഫ് ലെമണ്, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ കൂടി ചേർത്ത്. അപ്പോൾ നിങ്ങൾ തിക്ക മസാലയ്ക്ക് ഉപ്പുള്ള മസാലയാണോ എന്ന് നോക്കണം. ഉപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതിയോ. എല്ലാം കൂടി നന്നായി കുഴച്ചിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ചെറിയൊരു സ്പൈസി ഉണ്ടാവും, എന്നാൽ കുറച്ചൊരു കളറും കിട്ടും, റെഡ് കളറും കിട്ടും. അതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തത്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതും ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു ഗ്രീൻ കബാബാണ്. അതിന് ഞാൻ ചെറിയൊരു ബോൺലെസ് പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് പാഴ്സ്ലി ലീവ്സാണ്. അത് കുറച്ചെടുത്തിട്ടുണ്ട്. പാഴ്സ്ലി ലീവ്സ് മല്ലിയില പോലെ തന്നെ ഉണ്ടാവും. അതിങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കുറച്ച് പുതിന, ചെറിയ ഹാഫ് സവാള, ഒരു 3 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്. ഇത് ബട്ടർ, 2 ടേബിൾ സ്പൂൺ ബട്ടർ. ചിക്കൻ ഞാൻ ചെറിയ പീസായിട്ട് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ യൂസ് ചെയ്താലും മതി. ഇതെല്ലാം കൂടി അരച്ചെടുക്കുന്നുണ്ട്. ബട്ടറും കൂടി അതിലേക്കിട്ട് അരക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ആദ്യം ബട്ടർ ചേർത്ത് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഇതൊക്കെ പൊടിയായി അരിഞ്ഞിട്ടാലും മതി. അപ്പം നമ്മുടെ ചിക്കൻ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെ എരിവൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അധികം എരിവൊന്നും ഉണ്ടാവില്ല, ചെറിയ എരിവായിട്ടുള്ളത്, വലിയ സ്പൈസൊന്നുമല്ല.
ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കയ്യിൽ ഇത്തിരി എണ്ണ തടവിയിട്ട് ഓരോ സ്ക്യൂർ എടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് നമുക്കത് വലിപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു പാനിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഓവനിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ചാർക്കോൾ വെച്ച് ഗ്രില്ല് ചെയ്യണമെന്നൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പാനിൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതുപോലെ നമുക്ക് കബാബ് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ഞാൻ ചെറുതാക്കിയിട്ടാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒരു സ്ക്യൂർ എടുത്തിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇതും നമുക്ക് ഒരു 4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോ ചിക്കൻ്റെ പീസസ് എടുത്തിട്ട് ഇതുപോലെ സ്ക്യൂവറിൽ വെച്ച് കുത്തിയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. പാനിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്യൂർ ഇല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് പാനിലിട്ടിട്ട് ചെയ്താലും മതി. ഇങ്ങനെ ഇതിൽ കുത്തി റെഡിയാക്കണമെന്നൊന്നുമില്ല. പാനിൽ നേരിട്ട് ചെയ്താൽ മതിയാവും. നമുക്ക് ഇതെല്ലാം സ്ക്യൂറിൽ ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി. അതിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ഒന്ന് ജസ്റ്റ് പാനിലൊന്ന് ചെറുതായി തടവി കൊടുത്താൽ മതി. അതിലേക്ക് നമുക്ക് ഇതോരോന്ന് വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഇത് വെച്ചിട്ട് നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഓരോ സൈഡ് തിരിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ. അതുപോലെ ഞാൻ മറ്റേതും യെല്ലോ മസാല തേച്ചതും നമ്മൾ വേറൊരു പാനിൽ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു 3 പാനിലായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാം ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് 3 പാനിലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് ഓരോ സൈഡും മറിച്ചിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കബാബും ഞാനൊരു പാനിൽ വെച്ചിട്ടുണ്ട്. ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടായ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഗ്രീൻ ചിക്കൻ. അതിന് പകരം നമുക്ക് പുതിന കൂടുതൽ ചേർത്തിട്ട് അതിന് പകുതിയായിട്ട് മല്ലിയില ചേർക്കുക. പിന്നെ ഈ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ കുരുമുളകിന് പകരം പച്ചമുളക്, എരിവിന് പച്ചമുളക് ചേർക്കുക. ബാക്കിയെല്ലാം സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു ഗ്രീൻ മസാല ഉണ്ടാക്കാവുന്നതാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതുന്നതാണ്. നമ്മുടെ എല്ലാ സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിപ്പോൾ കബാബൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് റെഡിയായത് എടുക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ സ്ക്യൂർ ഇല്ലാണ്ട് നേരിട്ട് ഡയറക്റ്റ് പാനിൽ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓരോ സൈഡും നമ്മൾ തിരിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുമൊന്നൊന്ന് ഊരി ഇടുന്നുണ്ട്, അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസാല മൊരിയാത്ത ഭാഗങ്ങളൊന്നും കൂടി ഒന്ന് മൊരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ സ്ക്യൂറിൽ സവാളയും ക്യാപ്സിക്കും തക്കാളിയൊക്കെ ഇതുപോലെ കുത്തി വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് ഈ മസാലയിൽ കിടന്ന് എണ്ണയിലൊക്കെ കിടന്നൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ സവാളയൊക്കെ അതിൽ ലെയർ ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.